എന്താ വേണ്ടേ? മേനോ സാറ് അച്ഛൻ ഓഫീസിലുണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ. കക്ഷികൾ വീട്ടിൽ വരുന്നത് അച്ഛന് ഇഷ്ടമല്ല. ഞാൻ ഞാൻ വിജയന്റെ ഏട്ടനാ, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ. ഓ സോറി, വരൂ, അകത്തേക്ക് വരൂ. അച്ഛാ, ഞാനാണ്. വേഗം ഇങ്ങോട്ട് വരണം. വേണം, വെരി അർജന്റ്. ഒരാൾ വന്നിട്ടുണ്ട്. നോ, അതൊരു സർപ്രൈസ് ആവട്ടെ. വരൂ, അപ്പൊ കാണാം. വെരി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്. അച്ഛൻ ഇപ്പൊ വരും. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? വെള്ളം മതി. ഞാൻ ചായ എടുക്കാം. എന്താ കുട്ടിയുടെ പേര്? ശോഭ. അല്ല, ആരാത്? ഇരിക്കൂ ഇരിക്കൂ. ഫോൺ ചെയ്തപ്പോ ശോഭ പറഞ്ഞില്ല ആരാ ഗസ്റ്റ് എന്ന്. ഇന്ന് എനിക്ക് ആകെ തിരക്കുള്ള ദിവസമാ. 2 മർഡർ കേസിന്റെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. സാറിന് തിരക്കില്ലാത്ത ദിവസം ഇല്ലല്ലോ. 25 വർഷമായി കോടതിയും കേസും. കുറച്ചു കാലം വിശ്രമിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. കുട്ടികളാരും നമ്മുടെ ലൈന് വന്നില്ല. ഇവളാണെങ്കിൽ പഠിക്കാൻ മടിച്ചിയും. ഒരു കലക്കിന് MA പാസ്സാക്കി എടുത്തു. സാറിന് എത്ര മക്കളാ? 3, 2 പെണ്ണും 1 ആണും. മൂത്തവ വിവാഹം കഴിച്ച് ബോംബെ സെറ്റിലാ. മകൻ ഡോക്ടറാ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അവന്റെ വൈഫ് ഡോക്ടറാ. അയാളാണ് എന്നോട് പറഞ്ഞത്, അച്ഛന്റെ ക്ലെവറായ ജൂനിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശോഭയെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്താൽ ഒരു പിൻഗാമി ഉണ്ടാവുമല്ലോ എന്ന്. എനിക്ക് വിജയനെ വലിയ ഇഷ്ടമാണ്. വെരി ഇന്റലിജന്റ് യങ് മാൻ. വളരെ പ്ലീസിംഗ് ആണ്, ഒബീഡിയന്റ് ആണ്. ശോഭയ്ക്കാണെങ്കിൽ അയാളെ ഇഷ്ടമാവുകയും ചെയ്തു. ഒരു സെക്കൻഡ്. ആ പറയണം. ഇല്ല, ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. പിന്നെ ഏട്ടന് കുറച്ച് ദിവസത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ പാടത്ത് പണി നടക്കുക. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്നാൽ മതി സാർ? പോരാ, ഏട്ടൻ തന്നെ വരണം. സാറൊന്ന് അകത്തേക്ക് വന്നേ, ഒരു കാര്യം പറയാം. ഈ ഏട്ടനാണോ പാടത്ത് പണി നടക്കുന്നതുകൊണ്ട് വരാൻ പറ്റാത്തത്? ഏട്ടാ, ഏട്ടന് വലുത് പാടവും പറമ്പും മറ്റാരുമല്ല, നീ തന്നെയാ. ഇനി സാർ ഓഫീസിലേക്ക് വെക്കൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. ഇങ്ങോട്ട് താവണ്ണേ, ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. കാണു മരുവളുടെ ഫോട്ടോ. നിനക്ക് ഇഷ്ടമായോടി? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നളിയത്തിന് ഐശ്വര്യം ഇല്ല കേട്ടോ. ഐശ്വര്യക്കേടൊന്നുമില്ല, നല്ല ഐശ്വര്യണ്ട്. പിന്നെ ആ മുടി ഇങ്ങനെ ഇട്ടേക്കണോണ്ടാ. നല്ല ഭംഗിയുണ്ടല്ലേ ചമ്മേ? ചേച്ചി എനിക്കും ഇഷ്ടായി. ആഹാ, മിടുക്കൻ. ആരാത്? ഒരു പെണ്ണ്. അല്ലടാ മോനെ, ചെറിയച്ഛൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി. ആരാണ്? ചെറിയമ്മ. അപ്പൊ നളിയമ്മായോ? ഒരു ദിവസം നളിയമ്മായി പറഞ്ഞല്ലോ ചെറിയച്ഛൻ നളിയമ്മായിയാ കല്യാണം കഴിക്കണേന്ന്. ഇനി മക്കള് പോയിരുന്ന് പഠിക്കേ ചെല്ലേ. നളിനിയുടെ കാര്യം നമുക്ക് ഉടനെ നടത്തണം. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഉടനെ നടത്തണം. എല്ലാം സാറിനോട് തീരുമാനിച്ചോളാൻ പറഞ്ഞു ഏട്ടൻ. കല്യാണം കഴിഞ്ഞ ഞാൻ അവിടെ താമസിക്കണമെന്നായിരുന്നു മേനോ സാറിന്. അത് മാത്രം ഏട്ടൻ സമ്മതിച്ചില്ല. അത് പിന്നെ അവന് സഹിക്കൂടാ. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു, ദണ്ഡകവാസത്തിനേറ്റം എളുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി
പിതൃക്കൾക്ക് പൂരും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം. ഹലോ, മേശയിൽ കാശ് ഇരിക്കുന്നുണ്ട്. പെയിന്റ് അടിക്കാർക്കും പണിക്കാർക്കുള്ള കാശ് കൊടുക്കണം. ഇന്ന് ചിലപ്പോ ഞാൻ തിരിച്ചെത്തിയില്ല എന്ന് വരും. ഉറക്കളച്ച് കാത്തു നിൽക്കാനും കരയാനൊന്നും നിൽക്കണ്ട. അപ്പോ കുറിപ്പണം വാങ്ങാനല്ലേ പോണത്? അതെ, എന്നിട്ട് എനിക്കൊരു ദിക്കിൽ പോകേണ്ടി വരും. എങ്ങടാ പോണെന്ന് പറഞ്ഞിട്ട് പോയാ കുടുംബത്തുള്ളവർക്കൊരു സമാധാനം ഉണ്ട്. ഇത്രയൊക്കെ സമാധാനം മതി. സമാധാനം കുടുംബത്തിരിക്കുന്നവർക്ക് മാത്രം മതിയല്ലോ സമാധാനം, ബാക്കി ആർക്കും വേണ്ട എന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്താ പറഞ്ഞ നീ? ഓരോരുത്തർക്ക് അവരുടെ സമാധാനം, ജീവിതം, സുഖം. പിന്നെന്തൊക്കെയാ വേണ്ടേ? എല്ലാവർക്കും വേണം ഇതൊക്കെ. അതാർക്കും മനസ്സിലാവില്ല ഒരുത്തനും. പോത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാ. ഇടംപോത്ത് നിന്നാലും കരി താഴ്ന്നാലും കല്ല് തടഞ്ഞാലും അടി മുഴുക്ക വലമ്പോത്തിന് തന്നെ അനുഭവിക്കുക തന്നെ. ഞാൻ പോണു. ഒന്ന് വേഗം ആകട്ടെ എന്റെ കരുണ. ചുണ്ണാമ്പ് തീരാറായി. വാങ്ങാം. കുഞ്ഞമാമായി കുത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കോ? എന്നാ ഉണ്ടാവും വിശപ്പ്. ഇതൊക്കെ എന്റെ കണ്ണി കാണുകയും വേണമല്ലോ. ലേ, നിന്നോടിപ്പോ മാറാലടിക്കാൻ പറഞ്ഞ ആരാ? അതിനൊക്കെ ഇവിടെ ആളെത്തിയിട്ടുണ്ടല്ലോ. ഭൂഷണേനും മാറാലൊക്കെ അടിക്കാൻ പറഞ്ഞു. ആര്? ഞാനാ പറഞ്ഞേ. ഇവിടെ എപ്പോഴും മാറാലെ അടിച്ചു വാരണത് നളിനിയല്ലേ? എന്നത്തെ പോലെയാ ഇന്ന്? എന്റെ അമ്മയെ കണ്ണി ചൊരയില്ല നിങ്ങൾക്കൊക്കെ. ഇനി പുതുപ്പെണ്ണ് വരുമ്പോ അവളുടെ തുണി കൂടെ അലക്കിക്കോ അവളെ കൊണ്ട്. ഏട്ടാ സാരില്ല, ഞാൻ ഓടെ അപ്പുറത്ത്. മാലതി, ആ ചൂലങ്ങ് വാങ്ങി. മോൾ അപ്പുറത്ത് പോയിരുന്നു. ദൈവത്തെ ഓർത്തൊരു അപേക്ഷ ഉണ്ട്. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അച്ഛൻ വന്നേ. ഇന്ന് സ്കൂളിൽ പോയില്ലേ രണ്ടാളും? 4 മണിക്ക് വന്നതാ. എന്താ അച്ഛാ അത്? ഒന്നുമില്ല, പോയി കളിച്ചോ. ആ, എല്ലാരും എത്തിയോ? കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഏട്ടനൊരു സഹായത്തിന് ഞങ്ങൾ എത്തില്ലെങ്കിൽ ഏട്ടനത് വിഷമാവില്ലേ? ആ, അത് നന്നായി. ഇതൊക്കെ എവിടെന്നാ നീ വാങ്ങിയതാ? അല്ല, മേനോൻ സാർ കൊടുത്തു വിട്ടതാ. എന്റെ മുറിയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് വേണ്ടിയിരുന്നില്ല, നമുക്ക് പണിയേ കുറവുള്ളൂ. അല്ല, കൊടുത്തു വിട്ടപ്പോ വേണ്ടാന്ന് പറയാൻ പാടുണ്ടോ? 10-15 ഉറുപ്പിയുടെ സാധനം ഉണ്ടേ. ശോഭ നല്ല സൗകര്യത്തിൽ വളർന്ന കുട്ടിയല്ലേ? ആയിക്കോട്ടെ, സൗകര്യങ്ങള് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടാവും. ഇവിടെ വരുമ്പോ ഇവിടത്തെ സൗകര്യങ്ങളോട് തൃപ്തിപ്പെടണം. അങ്ങനെയാ വേണ്ടേ? സുധേ നളിനി ഇവിടെ അപ്പുറത്തുണ്ട്. ഒന്ന് എന്റെ മുറിയിലേക്ക് വരാൻ പറ്റും? ഉം. അല്ല, എന്റെ പഴയ ചാരികസരോ? അത് ഈ പുതിയതൊക്കെ ഇവിടെ ഇട്ടപ്പോ അതിവിടെ ഒരു അഭംഗിയായി തോന്നി. അപ്പൊ അത് മുകളിലേക്ക് മാറ്റിയിട്ടു. പകരം ചൂരൽ നെയ്ത പുതിയതൊരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയതൊന്നും വേണ്ട, ഏട്ടൻ പഴയ ആളല്ലേ. എന്റെ വേർപ്പും ചെളിയൊക്കെ പിടിക്കാൻ പഴയ തുണിക്കസര തന്നെയാ നല്ലത്. അതിട്ടിട്ടുണ്ടാവണം അപ്പങ്ങി എല്ലാരും അങ്ങ് സഹിക്കുക. വല്യേട്ടാ വിളിച്ചു പറഞ്ഞു. ആ, വിളിച്ചു. എന്താ വല്യേട്ടാ? പറയാം, നീ ഇരിക്കെ. വലിയേട്ടൻ്റെ അടുത്തിരിക്കെ. അച്ഛൻ മരിക്കുമ്പോ നീ കൈക്കുഞ്ഞ. അവിടെ നിന്ന് എല്ലാരെയും വളർത്തി ഈ കുടുംബം ഇത്രത്തോളം എത്തിക്കാൻ വലിയേട്ടൻ പെട്ട പാട് നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണവര് അതൊക്കെ മറന്നു എന്നാ തോന്നേ. ഇന്ന് വരെ സത്യക്കേട് കാണിച്ചിട്ടില്ല വലിയേട്ടൻ. പക്ഷേ ഇപ്പൊ ചെയ്തു എന്നൊരു തോന്നല്. മനസ്സിന് സമാധാനമില്ല. വല്യേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. നളിനിയുടെ കാര്യ
ഞാൻ പറയണേ, അവളോടും കുഞ്ഞമ്മാമ്മയോടും ഞാൻ നെറുകേട് കാണിച്ചു. ശരിയാണ് വല്യേട്ടാ. വല്യേട്ടനത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് ഏടത്തിയോട് പറയും ചെയ്തു. എല്ലാം അറിയണ വല്യേട്ടൻ തന്നെയല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചത്. തെറ്റാണ്. വല്യേട്ടൻ സമ്മതിച്ചു കൊടുത്തു. എല്ലാവരുടെ മുമ്പിൽ തോറ്റു കൊടുത്തു. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? എന്താ ഒന്നും വേണ്ടാത്ത? തെറ്റിപ്പിരിഞ്ഞു പോകരുത്. എല്ലാരും വേണം വല്യേട്ടൻ. എന്റെ കണ്ണടയണ വരെ മടക്കുടുംബം ഇതുപോലെ ഉണ്ടാവണം. അതുകൊണ്ട് നെറുകേട് കാണിച്ചു. വല്യേട്ടാ, വല്യേട്ടൻ ചെയ്തതാ ശരി. തെറ്റോ ശരിയോ എനിക്കറിയില്ല. എന്നാ വല്യേട്ടന് ഇപ്പൊ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ഇവളോട് കാണിച്ച് നെറുകേട് തിരുത്തണം. വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇവളുടെ കല്യാണം നടത്തിവിടണം. അതിന് വല്യേട്ടന് മുമ്പിൽ ഇപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. മുകുന്ദൻ. വല്യേട്ടനോട് വെറുപ്പ് തോന്നരുത്. അയാള് സമ്മതിച്ചോ? സമ്മതിച്ചു. എന്റെ വാക്ക് വന്നിട്ടില്ല. പിന്നെന്തിനാ വല്യേട്ട എന്റെ അടുത്ത് പറയേണ്ട കാര്യം? നമുക്കത് ഉടനെ പറയണം. നിനക്ക് ആലോചിച്ച ചക്കന. നാളെ നീ എന്റെ നേരെ കൈ ചൂണ്ടരുതല്ലോ. പേടിയാണ് മോനെ. വല്യേട്ടന് ഇപ്പൊ എല്ലാരും പേടിയാ. ഏട്ടാ, അനുസരണക്കേട് വിചാരിക്കരുത്. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഞാനിവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. മോളെ, നിനക്ക് വിളിച്ചത് ഇതാണ്. നീ ഈ വീട്ടിനുള്ളിൽ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അലയണത് എനിക്ക് കാണാൻ വയ്യ. ഏട്ടനോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടന്റെ വാക്കിനായിരുന്നെന്ന് പറയരുത്. പറയോ? സുധയുടെ ആദ്യം നടക്കട്ടെ, പിന്നെ ആദ്യം നിന്റെ. അവളെക്കാൾ മൂത്ത നീയാ. ഏട്ടനെ നീ വേറെ ഒന്നുമല്ല. സുധേ, നള്ളിയെടുത്തിട്ടുള്ള സ്വർണ്ണ ഉടുപ്പൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. വല്യേട്ടന് 3 പോയി വാങ്ങിയതാ. ഇഷ്ടമായ നോക്ക്. കരയാതെ ചെല്ലു കുട്ടിയെ. എന്തിനാടി വിഷമിക്കണേ? എന്നോട് പറഞ്ഞ പോരായിരുന്നു. ഞാൻ അവരോട് സംസാരിക്കായിരുന്നല്ലോ. കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ടു. വേണ്ടായിരുന്നു. സാരല്ലടി, താഴണ്ടപ്പോ താഴണം. എന്നാലും മനസ്സിനൊരു സമാധാനായി. കുഞ്ഞമ്മാവോടും അമ്മയോടും വിജയനോടും എല്ലാരോടും ചെന്ന് പറയേ, 2 കല്യാണം നടക്കാൻ പോണേ. വെള്ളിയാഴ്ച നള്ളിയുടെ, ഞായറാഴ്ച വിജയന്റെ. ഇല്ലേ?